വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാസ്ത തയ്യാറാക്കിയല്ലോ. അതിനായി ഞാനിവിടെ ചെറിയ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാസ്തയെ നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. അതുപോലെ വേവിച്ചെടുത്ത പാസ്തയാണിത്. വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ നമ്മൾ പാസ്തയെല്ലാം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് തയ്യാറാക്കാം. ഇതിലേക്ക് മറ്റു ചേരുവകൾ കൂടി എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 5-8 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. ഇനി വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി, മുഴുവൻ മുളകാണ് വേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണിത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രസ്റ്റ് പീസ് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് ചെറിയതായി അരിഞ്ഞ് മസാല പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇതെല്ലാം കൂടി നമുക്കിനൊരു ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുക്കാം. അതിനായി ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേരുവകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയും അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, മുഴുവൻ മുളക്, മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ആവി ചെയ്യാനായിട്ട് വെക്കുന്നത്. തക്കാളി വെച്ച് കൊടുക്കാം. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന എല്ലാതും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടിഫിൻ ബോക്സിലേക്ക് കുറച്ചാണ് പാസ്ത എടുത്തിരിക്കുന്നത്. അതിന് കണക്കാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി അടച്ചു വെച്ച് ഇവയെ ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റാം. അപ്പോഴേക്കും ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടോ. ഇവ ആവി കയറ്റിയതിന് ശേഷം നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇവയെ നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിവയൊന്ന് വേഗം ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം ആവി കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇവയൊന്ന് ചൂടാറാനായി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. വേഗം തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറട്ടെ. പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം പാസ്തയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ചീസായാലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്
നോക്കാം. അപ്പോൾ നമ്മളുടെ പാസ്ത തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ചൂട്ടോടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കെല്ലാം കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടും നമുക്കിത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.